സ്ലീവ്ലെസ് ടോപ്പിനൊരു അടിപൊളി കോട്ട് സ്റ്റിച്ച് ചെയ്താലോ? സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ അളവ് എടുത്തതൊന്ന് പറഞ്ഞുതരാം. ലെങ്ത്ത് ഞാൻ 13.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ 1 ഇഞ്ചും കൂട്ടി 14.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം നെക്കിൻ്റെ അളവ് ഒരു 2.5 ഇഞ്ച് അകലത്തിൽ നെക്കിൻ്റെ അളവ് അടയാളപ്പെടുത്തി അവിടെ നിന്ന് നമ്മൾ അങ്ങനെ ചെരിച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അതിന് വെട്ടിക്കൊടുത്തു കേട്ടോ. താഴെ വരേക്ക് വെട്ടിക്കൊടുത്തു. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ലൈനിങ് ആ നല്ല തുണിയിൽ വെച്ചിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതൊന്ന് മറച്ചിട്ടിട്ട് അതിന് മുകളിൽ ഒരു 2 അടി കൊടുക്കുക കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് വെട്ടിയിരിക്കണമെന്ന് നോക്കി നോക്കൂ. എന്നിട്ട് നമ്മളത് നെക്ക് വെക്കണോടത്താണ് അതിലെ മാറ്റങ്ങൾ വരുത്തുന്നത്. ആദ്യം ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈനിങ്ങൊക്കെ ഒന്ന് വെച്ചിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ 2 എണ്ണത്തിലും നമ്മൾ അടിച്ചെടുക്കുക. അതുപോലെ തന്നെ ബാക്കിലും വെച്ചിട്ട് അതേ ലൈനിങ് വെച്ച് അതേപോലത്തെ ലൈനിങ് ബാക്കിലും വെച്ചിട്ട്, ബാക്കിൽ പിന്നെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ. ഫ്രണ്ടിൽ മാത്രമാണ് ഈ ഡിസൈനുള്ളൂ, ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ്. അത് വെച്ച് എന്നിട്ട് സ്ലീവ് ഒന്ന് അതിൽ അടിച്ച് ചേർക്കുക കേട്ടോ. ആദ്യമായി വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ആ നെക്ക് വെട്ടണോടത്ത് മാത്രമേ ഉള്ളൂ ഒരു ഒത്തിരി ടഫ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാ ചെയ്യണ പോലെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ലെങ്ത്ത് എത്രയാണോ ആ ഒരു അളവിൽ നിന്ന് കൂടരുതെന്ന് മാത്രം. കാരണം എത്രയാണോ കസ്റ്റമർ പറയുന്നത് വെച്ചാൽ ആ ലെങ്ത്തിൻ്റെ അടയാളപ്പെടുത്തിയിട്ട് നെക്കും എത്ര അടയാളപ്പെടുത്തിയെന്ന് നമ്മൾ സെൻറ്ററിൽ നെക്കും അടയാളപ്പെടുത്തിയതിന് ശേഷം അത് അടിച്ചതിന് ശേഷം അത് ഒരേമാതിരി ജോയിൻറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ബാക്ക് പീസ് സ്ലീവ് വെക്കുക. സ്ലീവ് വെച്ചതിന് ശേഷം നമ്മളതിൻ്റെ കൈയിൻ്റെ വണ്ണം എത്രയാണോ നോക്കുക, വണ്ണം നോക്കിയിട്ട് അതിൻ്റെ ചെസ്റ്റ് അളവ് നോക്കുക. ചെസ്റ്റ് അളവിന്ന് വേസ്റ്റ് അളവ് നോക്കുക. വേസ്റ്റ് അളവ് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു കൂർപ്പിൻ്റെ ആ ഭാഗം ഫ്രണ്ട് പീസിക്ക് ഞാനൊരു 2 ഇഞ്ച് അധികം കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു ഫ്രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നിൽക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഫ്രണ്ട് പീസ് ഒന്ന് വെച്ചിട്ടുണ്ട്. അടിച്ചതിന് ശേഷം നമ്മളതിനെ ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ ഒരു ടാപ്പ് എടുത്തിട്ട് അതിൻ്റെ എത്രയാണോ ലെങ്ത്തിൻ്റെ ഇറക്കം അവർ പറഞ്ഞു വെച്ചാൽ ആ ലെങ്ത്തിൻ്റെ അവിടെ ഒരു അടയാളപ്പെടുത്തിയിട്ട് അവിടെ കുളത്ത വെച്ച് കൊടുത്തിരിക്കണം കേട്ടോ. 2 കുളത്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിരിക്കണം. അപ്പം നമുക്കത് ഓപ്പൺ ചെയ്യേണ്ട, കൂട്ടി അടിക്കല്ലേ ഇതുള്ളത്, കുളത്ത് വെക്കുക ചെയ്തിരിക്കുന്നത്. പ്രസ് ബട്ടനൊക്കെ അല്ലേ, അതുപോലെ ഒന്ന് പ്രസ് ബട്ടൺ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അടിച്ചിരിക്കുന്നത് ഇതാണ്ടോ, സ്ലീവ്ലെസ്സായ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കോട്ടായിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്കി നോക്കുക. സിമ്പിളാണ്, പക്ഷെ സൂപ്പറായിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത്? നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.